മുടിയുടെ സംരക്ഷണത്തിനായിട്ട് ചെമ്പരത്തിക്കുള്ള പ്രാധാന്യം എല്ലാവർക്കും ഒരുപോലെ അറിയാലോ. പുതിയ വീട് വെച്ചപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യം വെച്ചത് ചെമ്പരത്തിയാണ്. എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇതിവിടെ വെച്ചത്. ഒരു വർഷമായിട്ടില്ല പുതിയ വീട്ടിലേക്ക് മാറിയിട്ട്. ചെമ്പരത്തിയൊക്കെ നന്നായിട്ടുണ്ടായി, അറിഞ്ചും പുറിഞ്ചും പൂടുന്നുണ്ട്. ഒരു സീസണും ഒരു പരിഭവം പരാതിയില്ലാതെ എന്നും പൂക്കൾ തരുന്ന ഒരു പൂവാണല്ലോ ചെമ്പരത്തി. ഈ ചെമ്പരത്തി എടുത്തിട്ടുണ്ട്, സോസ് പാനിൽ കുറച്ച് വെള്ളം വെച്ചു. അതിലേക്ക് 2 സ്പൂൺ തേയിലയും കുറച്ച് ഉലുവയും കുറച്ച് ചെറിയുള്ളി, 3-4 ചെറിയുള്ളിയും അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ ചേർത്ത് കൊടുത്തത് ചെമ്പരത്തിയാണ്. അത് വളരെ സിമ്മിലിട്ടിട്ട് അതങ്ങനെ അവിടെ വെക്കുന്നുണ്ട്. ആ സമയത്ത് കൊണ്ട് ഇവിടെ എനിക്ക് അടിച്ചേരി തുടയ്ക്കാനൊക്കെ ഉണ്ട്. ബാക്കി പണികളൊക്കെ രാവിലെ കഴിയും. അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ്. ഇവിടെ ചുറ്റും ഒരുപാട് കിളികളുണ്ട്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ഏരിയയാണ്. നമ്മുടെ ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് മരങ്ങളും പുല്ലും കാടും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി കിളികളുണ്ട്. അവരുടെ ശബ്ദങ്ങളൊക്കെ കേട്ട് ഭയങ്കര രസമാണ്. പിന്നെ നമ്മുടെ ചെടികൾക്കിടയിലൊക്കെ അവർ വന്നിരിക്കും. നമ്മുടെ താമരക്കുളം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഇടയിലൊക്കെ അവർ വന്നിരിക്കും. അതിൻ്റെ ഇടയിൽ ഈ സംഭവം സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഒരു ചണ്ടി ഇങ്ങോട്ട് പിഴിഞ്ഞ് ഞാൻ ആ നീര് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. വളരെ കുറച്ചായിട്ടുണ്ട്. ഇനിയുള്ള കാര്യം, നമ്മൾ മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിലേക്കൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് നമ്മൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യണത് അതൊന്ന് ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സംഭവം അങ്ങോട്ട് തേച്ച് കൊടുക്കുക. നമ്മുടെ തലയോട്ടി കേന്ദ്രീകരിച്ച് വേണം തേച്ച് കൊടുക്കാൻ. പിന്നെ നമ്മുടെ മുടിയൊന്ന് ബാക്കിലേക്കൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് തലയോട്ടി ഒന്ന് അറിയട്ടെ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യേണ്ടത്, ഒരു ഇളക്കം കിട്ടട്ടെ. അങ്ങനെ കുറച്ച് നേരം അതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇരിക്കും. അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. കോവിഡ് വന്നതിന് ശേഷമാണ് മുടിയുടെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അതിന് ശേഷം പിന്നെ തോളൊപ്പം മുടി മുറിച്ചു, വേറെ വഴി ഉണ്ടായിരുന്നില്ല, കോഴിവാല് പോലെയായി. അങ്ങനെ അതിൽ നിന്നും ഞാൻ മാറ്റിയെടുത്തിട്ടുള്ള രൂപമാണിത്. ഇടയ്ക്ക് മുടി നല്ല രീതിയിൽ നന്നാവും, ഇടയ്ക്ക് ഭയങ്കര മോശമാവും. പിന്നെ നമ്മുടെ പീരിയഡ്സ് ടൈമിലാകുമ്പോൾ ഒരു പ്രത്യേക വൃത്തികെട്ട സ്വഭാവമാണ് മുടി കാണിക്കുക. ആ സമയത്ത് ഭയങ്കരമായിട്ട് മുടി കൊഴിയും. അതൊക്കെ ഒന്ന് മാറ്റി സെറ്റായിട്ട് വരുമ്പോഴേക്കും അടുത്ത ഡേറ്റ് ആവും. അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു സൈക്കോ ആണ് നമ്മുടെ മുടി. അപ്പോൾ ആ മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് മാറാനും മുടിയുടെ സ്പ്ലിറ്റൻസൊക്കെ കുറയാനും ഒക്കെ ഈ ഒരു കൂട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വീണ്ടും കിളികൾ വന്നിട്ടുണ്ട്. ഞാൻ ആ പാക്കൊക്കെ ഇട്ടിട്ട് ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് കുളിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടിച്ചുവാരി തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. രാവിലെ തന്നെ ഏകദേശം എല്ലാ പണികളും കഴിയും. പിന്നെ അടിച്ചുവാരി തുടയ്ക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ. പിന്നെ കൂടുതൽ നേരം ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുക. പിന്നെ ഇവിടെ വെറുതെ ഇരിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ഈ പാക്ക് ഇട്ടതിന് ശേഷം 1/2 മണിക്കൂറായി. ഇനി ഷാമ്പു ഒന്നും യൂസ് ചെയ്യാണ്ട് വെറുതെ ഇങ്ങോട്ട് കുളിക്കും.